കേരളത്തിന് എയിംസ് വേണോ അതോ ബുള്ളറ്റ് ട്രെയിൻ വേണമോ അതോ മോണോറെയിൽ വേണമോ? ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ കിട്ടിയിരിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അടുത്തിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ഏത് സ്ഥലമാണോ അനുയോജ്യമെന്ന് പറയുന്നത് ആ സ്ഥലം വിട്ടു നൽകാൻ സർക്കാർ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ പിടിവാശിയൊന്നുമില്ല. പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം അങ്ങനെ എവിടെ ആവശ്യപ്പെട്ടാലും നൽകാം. ഞങ്ങൾക്ക് ഒരു സ്ഥലത്തോടും അലർജിയില്ല. അങ്ങനെ മാധ്യമപ്രവർത്തകന്റെ മുനവച്ച അടുത്ത ചോദ്യം ഇങ്ങനെ: തൃശ്ശൂരോ? അതിന് കെ മുരളീധരൻ തന്ത്രപരമായി നൽകിയ മറുപടി ഇതാണ്: തൃശ്ശൂരിൽ ചോദിച്ചാൽ അവിടെയും നൽകും. വീണ്ടും മാധ്യമപ്രവർത്തകൻ: ആലപ്പുഴ കാര്യവും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതിന് മന്ത്രിയുടെ മറുപടി: ആലപ്പുഴ ചോദിച്ചാലും കൊടുക്കും, എയിംസ് വരണമെന്നേ ഉള്ളൂ. ഇതൊരു നല്ല നിലപാട് തന്നെയാണ്. ഇത് കൊണ്ട് ആഘോഷിക്കേണ്ടതാണ്. സുരേഷ് ഗോപി തന്റെ MP ഫണ്ടിൽ നിന്നും തൃശ്ശൂർ ജില്ലാ ആശുപത്രികൾക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ലാബ് തുടങ്ങാൻ 33 ലക്ഷം അനുവദിച്ചു. എന്നാൽ അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യവകുപ്പ് ലാബിനുള്ള അനുമതി നൽകിയില്ല. ഇപ്പോഴും ആ ഫയൽ അവിടെയുണ്ട്. ലാബ് വന്നാൽ അവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സംഭാവന MP ഫണ്ടിൽ നിന്ന് എന്നൊരു ബോർഡ് അവിടെ വയ്ക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് ആ ലാബിൽ വരണ്ട എന്ന തല തിരിഞ്ഞ ദുഷ്ടബുദ്ധി ഇറങ്ങിപ്പോകുന്ന അവസാന നാളുകളിലും വീണ ജോർജിനും മറ്റ് മന്ത്രിമാർക്കും ആ ദുഷ്ടബുദ്ധി അത് മാറിയിട്ടില്ല. എയിംസ് വരുന്ന കാര്യത്തിലും ഒരു താല്പര്യവും പിണറായി സർക്കാർ കാണിച്ചിട്ടേ ഇല്ല. തല പോയാലും തൃശ്ശൂർ വരില്ല എന്നൊരൊറ്റ നിലപാടായിരുന്നു ഇടതുകാർക്ക്. ആലപ്പുഴ ചോദിച്ചു, അവിടെയും തരില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്: കോഴിക്കോട് എവിടെയോ ഇടത് സർക്കാർ കുറേ സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ആ സ്ഥലം അത് വേണമെങ്കിൽ നൽകാമെന്ന പിടിവാശിയാണ്. അതിൻ്റെ പിന്നിലെ ലക്ഷ്യമൊക്കെ അറിയാമല്ലോ അല്ലേ? എന്തായാലും കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും അത് UDF സർക്കാരിന് ഒരു ബുദ്ധിമുട്ടല്ല. എവിടെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത്. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ എവിടെ വേണമെങ്കിലും സ്ഥലം കൊടുക്കും. പക്ഷേ ഇത്തവണ എയിംസ് കിട്ടിയിരിക്കണം. അതിന് സുരേഷ് ഗോപി വെച്ച് ഒരു ചെക്ക് വയ്ക്കാൻ നോക്കിയ മാധ്യമപ്രവർത്തകനാകട്ടെ ആ മറുപടി കേട്ട് പിന്നെ ചോദ്യമൊന്നും ചോദിക്കാൻ നിന്നതുമില്ല. എയിംസ് വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒക്കെ ഒരുപോലെ പോസിറ്റീവായി നിർത്തുന്ന നിലപാടാണ് ഇപ്പോൾ UDF സർക്കാരിൻ്റേത്. മുൻ സർക്കാർ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി എയിംസിന് വേണ്ടി കേരളത്തിലെ ഏത് ജില്ലയിൽ വേണമെങ്കിലും സ്ഥലം വിട്ടു നൽകാമെന്ന നിലപാട് കെ മുരളീധരൻ അടങ്ങുന്ന പുതിയ സർക്കാർ സ്വീകരിച്ചതോടെ, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അത് തുറന്ന വേദിയിൽ പ്രഖ്യാപിച്ചതോടെ സ്ഥലം വിട്ടു കിട്ടുന്നില്ല എന്ന വാദത്തിൽ തൂങ്ങിയുന്ന ഇടതുകാർക്ക് ഇനി ഒന്നും പറയാനാകില്ല. സ്ഥലം തന്നാൽ കേരളത്തിൽ എയിംസ് വരുമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലാണ് പ്രഖ്യാപിച്ചത്. വികസനം അധികം ഉണ്ടായിട്ടില്ലാത്ത ആലപ്പുഴയിൽ എയിംസ് വരണമെന്നുള്ളത് 2015 മുതലുള്ള തൻ്റെ നിലപാടാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ആലപ്പുഴയിൽ സ്ഥലം തന്നില്ലെങ്കിൽ തൃശ്ശൂരിൽ അത് നേടിയെടുക്കണമെന്ന് സുരേഷ് ഗോപി വീണ്ടും ആവർത്തിച്ചു. എന്തായാലും കെ മുരളീധരൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ പോസിറ്റീവാണെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാശിയൊന്നുമില്ല. പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ എവിടെ, അല്ലെങ്കിൽ മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ എവിടെ സ്ഥലം ആവശ്യപ്പെട്ടാലും ആ സ്ഥലം വിട്ടു നൽകുമെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായ നിലപാടാണ് ഇപ്പോൾ കെ മുരളീധരൻ്റേത്. ഇടതുകാർ എന്താണ് ചെയ്തത്? കേരളത്തിൻ്റെ ദീർഘകാല ആവശ്യമാണ് എയിംസ് എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പൊട്ടമാക്കുകയായിരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നത് കേരളത്തിൻ്റെ അഭിമാനമാണെന്ന് ഒരു വശത്ത് പറയും, മറ്റൊരു വശത്ത് അവർ അതിന് സ്ഥലം നൽകുകയുമില്ല. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പ്രകാരം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 22 എയിംസുകൾക്ക് ഇതുവരെ അംഗീകാരം നൽകിയിട്ടും കഴിഞ്ഞ 10 വർഷം ഇരുന്ന പിണറായി സർക്കാർ അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഈ 22-ൽ കേരളത്തിൻ്റെ പേരില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരം. ആരോഗ്യരംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി നേട്ടങ്ങൾ വാരിക്കൂട്ടിയ സംസ്ഥാനമാണ് കേരളമെന്നാണ് വീണ ജോർജ് അടക്കം ഇടതുകാർ വീമ്പ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്തവണ കേരളത്തിലേക്ക് എയിംസിനെ കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടി പിന്തുണ ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. പ്രതിപക്ഷം പിന്തുണച്ചാലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ സ്ഥലം വിട്ടുകൊടുത്താൽ അത് എയിംസ് ഉണ്ടാകും. നിലമ്പൂരായാലും പോത്തങ്കോടായാലും നെടുമങ്ങാടായാലും ചാത്തന്നൂരായാലും, അതല്ല കൊല്ലം ജില്ലയിലായ കൊല്ലത്തായാലും, അതുമല്ല മൂന്നാറിലാണെങ്കിലും ഇനി വട്ടവടയിലാണെങ്കിലും എവിടെയാണെങ്കിലും
കേന്ദ്രം എവിടെ വേണം സ്ഥലം നൽകണമെന്ന് പറഞ്ഞാലും നൽകുമെന്ന കെ മുരളീധരൻ്റെ നിലപാട്. ഇനി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്യേണ്ടത് എന്താണ്? ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അത് കേരളത്തിന് വേണ്ടി സ്ഥലം കാട്ടിക്കൊടുത്ത് കേരളത്തിന് വേണ്ടി ഒരു എയിംസ് അംഗീകരിപ്പിക്കാൻ കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുക. അതാണ് ഇനി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി ചെയ്യേണ്ടത്. എന്തായാലും ഇടതുകാർ പോകുന്ന പോക്കിൽ പോലും എയിംസിൻ്റെ അവസാനത്തെ ആണി കൂടി അടിച്ചു വെച്ചിട്ടാണ് പോയത്. കേന്ദ്രത്തിന് നൽകിയ അപേക്ഷകളൊക്കെ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കേന്ദ്രം എയിംസിന് അംഗീകാരം നൽകിയപ്പോഴും കേരളത്തിൻ്റെ പേരില്ല. കേന്ദ്രം നൽകി എങ്ങനെ അഭിമാനിക്കേണ്ട എന്നാണ് ഇപ്പോൾ ഇത്രയും കാലം ഇടതുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയും ഇടതുകാർ പറയും പ്രതിപക്ഷത്തിരുന്ന്. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കേണ്ട ഒരു കാര്യവും ഇപ്പോഴത്തെ UDF സർക്കാരിനില്ലെന്നത് കട്ടായം. ഇനി എങ്ങനെ കേരളത്തിൽ എയിംസ് വരുമെന്ന് കെ മുരളീധരനും സുരേഷ് ഗോപിയും ചേർന്ന് കാണിച്ചു തരും.